നെയ്മർ ഇല്ലെങ്കിൽ ബ്രസീലിന് വേൾഡ് കപ്പിൽ ഒരു സാധ്യതയുമില്ല എന്ന് പറയുന്നവരോട് തിരിച്ച് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നെയ്മർ ഉണ്ടായിട്ട് നമ്മൾ ഇതുവരെ എന്ത് നേടി? ഇതിന് മുമ്പുള്ള വേൾഡ് കപ്പുകളിലൊക്കെ നെയ്മർ കളിച്ചിട്ടുണ്ടല്ല, എന്ത് നേടി? നെയ്മർ ഉണ്ടായിരുന്നിട്ട് എത്ര വേൾഡ് കപ്പുകൾ നേടിയെന്ന ചോദ്യമാണ് ഇന്ന് പലരും ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നെയ്മർ ഇല്ലാത്തൊരു വേൾഡ് കപ്പിലേക്ക് ബ്രസീൽ ഒരുങ്ങിയിറങ്ങി തിരിച്ചാലും അവർക്ക് നിരാശ ഉണ്ടാകില്ല. അങ്ങനെ ചിന്തിക്കുന്നവരും ഇന്ന് ഈ ലോകത്തുണ്ട്. എന്നാൽ നെയ്മർ ഇല്ലാത്തൊരു ബ്രസീൽ ടീം വേൾഡ് കപ്പ് കളിക്കാൻ ഒരുങ്ങുമ്പോൾ അത് ഈ ലോകത്തിന് അംഗീകരിക്കാൻ സാധിക്കുമോ? അയാളുടെ കാലുകൾക്ക് ജീവനുള്ളിടത്തോളം കാലം ഈ ആരാധക ലോകം അയാളെ മനസ്സാൽ വരിച്ചവർ, അയാളുടെ സാമ്പാ നൃത്തത്തിൽ അലിഞ്ഞു പോയവർ അയാളുടെ ഇത്തരത്തിലുള്ള അസ്തമയം കാണുവാൻ ആഗ്രഹിക്കുമോ? ഒരു കാലഘട്ടത്തെ അല്ല, ഈ ഫുട്ബോൾ ലോകത്തിലെ മികച്ച 2 ഇതിഹാസങ്ങളുടെ കാലത്ത് പോലും ഫുട്ബോൾ ലോകത്തിൻ്റെ ഇടനെഞ്ചിൽ അവരോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് മുകളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട പേര്, കണക്കിനൊത്ത കിരീടങ്ങളോ പുരസ്കാരങ്ങളോ ബലോൺ ഡിയോറുകളോ അവകാശപ്പെടാനില്ലായിരുന്നുവെങ്കിൽ പോലും കാലിലെ മാന്ത്രികത ഒന്നുകൊണ്ട് കാണികളുടെ സുൽത്താനായി വാഴ്ത്തപ്പെട്ട പന്താട്ടക്കാരൻ, അതെ, ഞങ്ങളുടെ ഒരേ ഒരു നെയ്മർ ജൂനിയർ. അയാളെ വിമർശിക്കുന്നവർ പോലും ഒരു കാലത്ത് അവൻ്റെ കളി കാണുവാൻ പൂതിപൂത്ത് കാത്തിരുന്നിട്ടുണ്ട്. റെയിൻബോകൾക്കും നെറ്റ്മകൾക്കും ട്രിബിളുകൾക്കും ഒപ്പം അവരുടെ ഇടനെഞ്ച് പോലും തുടിച്ചുകൊണ്ടേയിരുന്നിട്ടുണ്ട്. അതെ, കളി കാണുന്നവൻ്റെ മനസ്സിനെ മയക്കിയവനാണ് നെയ്മർ. പുൽമൈതാനങ്ങളെ ആനന്ദലഹരി പിടിപ്പിച്ചവൻ. സാന്റോസും കാറ്റലോണയും പാരീസുമെല്ലാം അതിൻ്റെ നേർക്കാഴ്ചക്കാരാണ്. പരിക്കുകൾ ശീലമാക്കുമ്പോഴും എതിർത്താരങ്ങളെ അപമാനിക്കും തരത്തിലുള്ള സ്ഥിരം ശൈലി അയാളിൽ നിന്നും ഒട്ടും അസ്തമിച്ചു പോയിരുന്നില്ല. തുടർ പരിക്കുകൾക്ക് അത് കാരണമാകുമെങ്കിൽ പോലും അതൊന്നുമില്ലാത്ത നെയ്മർ ചിന്തകൾക്ക് അതീതം തന്നെയായിരുന്നു. ബ്രസീലുകാരുടെ സ്വപ്നങ്ങൾക്ക് വേണ്ടി പിറന്നവനായിരുന്നു അവൻ. പക്ഷേ കരിയറിൽ പകുതിയിലേറെ പരിക്കുകളാൽ വലഞ്ഞുകൊണ്ട് പുറത്തിരിക്കേണ്ടിയും വന്നിട്ടുണ്ട് അയാൾക്ക്. എന്നിട്ടും ഓരോ തിരിച്ചുവരവുകളിലും പകിട്ടൊട്ടും കുറയാത്ത രാവുകൾ നമ്മൾക്ക് വേണ്ടി അയാൾ ഒരുക്കിക്കൊണ്ടേയിരുന്നു. നെയ്മർ അയാൾ എപ്പോഴും ഒരു ഹരമായിരുന്നു. വർഷങ്ങൾ കളത്തിലില്ലാതിരുന്നിട്ടും ഒരായുസിൽ ഓർമ്മിക്കാനുള്ളതെല്ലാം ഓരോ തിരിച്ചുവരവിലും ഒരുക്കി വച്ചിരുന്ന മാന്ത്രികൻ. ഇന്നും അയാൾക്ക് മുകളിൽ പകരമായി മികച്ചതായി എന്നത് എഴുതി വെക്കാൻ പോലും ബ്രസീലിൻ്റെ ഈ തലമുറയിൽ ഇന്നോളം ആരും പിറന്നിട്ടില്ല. ഇന്ന് പന്ത് തട്ടുന്ന കൂട്ടർക്കിടയിൽ ചരിത്രമാകുമെന്ന് വിശേഷിപ്പിച്ച പലരും നാഷണൽ ജേഴ്സിയിൽ അമ്പയെ പരാജയമാണെന്ന് കാലം തെളിയിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ നെയ്മർ അയാളുടെ ബ്രസീൽ കുപ്പായത്തിലുള്ള കഥ അതത്ര സുന്ദരമായിരുന്നില്ലെങ്കിലും ആസ്വദിക്കുവാൻ കഴിഞ്ഞവർ ഭാഗ്യം ചെയ്തവർ തന്നെയായിരുന്നു. പരിക്കുകൾ വേട്ടയാടിയേക്കരെ നെയ്മർക്ക് പഴയ ഫോമിലേക്ക് തിരിച്ചു വരൂ സാധിക്കുമോ എന്ന ചോദ്യം എൻ്റെ മനസ്സിലിങ്ങനെ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു. ഞാനടങ്ങുന്ന മലയാളികൾക്ക് നെയ്മർ എന്ന പേര് കേൾക്കുന്നതിന് മുന്നേ തുടങ്ങിയതാണ് ബ്രസീലിയൻ ഫുട്ബോളിനോടുള്ള അടങ്ങാത്ത പ്രേമം. ഏതൊരു കടുത്ത ബ്രസീലിയൻ ആരാധകനെ സംബന്ധിച്ചിടത്തോളം നെയ്മർ എന്നാൽ ബ്രസീൽ ടീമിൻ്റെ പര്യായമൊന്നുമായിരുന്നില്ല. ഇതിഹാസങ്ങൾക്കൊട്ടും പഞ്ഞമില്ലാത്തൊരു നാട്ടിലെ മറ്റൊരു അസമാന പ്രതിഭ മാത്രമായിരുന്നു അയാൾ. വസ്തുതകൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും 90കളുടെ അവസാനങ്ങളിൽ ജനിച്ച തലമുറയിലെ ബ്രസീലിയൻ ആരാധകരുടെ ആദ്യത്തെ യുവ ഹീറോ നെയ്മർ തന്നെയായിരിക്കും. തൻ്റെ പല മുൻഗാമികളെയും പോലെ അയാളിലെ പ്രതിഭയെ അവരുടെയും ലോക ഫുട്ബോളിലെ രാജാവായ പെലയോട് നിരന്തരം താരതമ്യം ചെയ്തുകൊണ്ടേയിരുന്നു. പുതിയ പെലയെന്ന ഒരു ജനതയുടെ സ്വപ്നഭാരം പേറി പന്ത് കെട്ടാൻ ഈ തലമുറയിൽ നിന്നും വിധിക്കപ്പെട്ട നെയ്മർ ഒരിക്കലും പ്രതീക്ഷകളെ അസ്ഥാനത്താക്കിയില്ല. രാജ്യാന്തര തലത്തിലും ക്ലബ് തലത്തിലും ശരാശരിക്ക് മുകളിലുള്ള പ്രകടനം അയാൾ തുടർച്ചയായി പുറത്തെടുത്തുകൊണ്ടേയിരുന്നു. രാജ്യാന്തര തലത്തിൽ കളിച്ച മത്സരങ്ങളുടെ പ്രകടനം കണക്കിലെടുത്താൽ താൻ കളിച്ച കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച താരമായി മാറുവാൻ അയാൾക്ക് സാധിച്ചിരുന്നു എന്നതായിരുന്നു വാസ്തവം. ഇതിഹാസങ്ങളായ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും രാജ്യാന്തര തലത്തിൽ കളിക്കുന്ന കാലഘട്ടത്തിൽ കൂടിയാണ് വൈകാരിക പ്രഖ്യാപനങ്ങൾക്കും അപ്പുറം കണക്കുകളുടെ പിൻബലമുള്ള അയാളുടെ നേട്ടങ്ങൾ. പുതിയ പെലെ എന്നതൊക്കെ ബ്രസീലുകാരുടെ വ്യാമോഹം മാത്രമായിരുന്നുവെങ്കിലും കാൽപന്ത് പ്രേമികൾക്കിടയിൽ ആഘോഷിക്കപ്പെടാനുള്ള ബ്രസീലിയൻ ജനിതക ഗുണങ്ങൾ അയാളിൽ ആവോളമുണ്ടായിരുന്നു. ആ പ്രതിഭാസമ്പത്ത് കൈമുതലാക്കിയ ഉയരങ്ങളിലേക്ക് അയാൾ ഡ്രിബിൾ ചെയ്ത് മുന്നേറുമ്പോഴാണ് ഒരു ഫുട്ബോൾ താരത്തെ സംബന്ധിച്ചിടത്തോളം ഗുരുതരമായ പല പരിക്കുകളും അയാളെ വേട്ടയാടാൻ ആരംഭിക്കുന്നത്. 2014 ലോകകപ്പിൽ സുരുകിയുടെ ചവിട്ടുകൊണ്ട് നട്ടെല്ലിന് പരിക്ക് പറ്റി പുറത്തു പോയത് മുതൽ ചെറുതും വലുതുമായ ഒരുപാട് പരിക്കുകൾ അയാൾ നിരന്തരം നേരിട്ടുകൊണ്ടിരുന്നു. അതിൽ കായിക താരങ്ങൾ ഒരിക്കലും ഇരയാകരുതെന്ന് ആഗ്രഹിക്കുന്ന, ഭേദമായാലും ഒഴിയാബാധ പോലെ വേട്ടയാടുന്ന ലിഗ്മെന്റ് ആംഗിൾ മെറ്റാഡാസിൻ എന്ന ഗുരുതര പരിക്കുകൾ കൂടി അയാൾക്ക് പിടിപെട്ടിരുന്നു. അവ അയാളെ വിടാതെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അയാൾക്ക് പല നിർണായക മത്സരങ്ങളും ടൂർണമെൻറ്റുകളും വരെ നഷ്ടമായിക്കൊണ്ടേയിരുന്നു.
2026 വേൾഡ് കപ്പിലേക്കുള്ള ക്വാളിഫയർ മത്സരങ്ങൾ പോലും അയാൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുകയാണ്. അയാളുടെ പരിക്കുകളുടെ സ്വഭാവം പരിഗണിച്ചാൽ അയാളിൽ നിന്നും ഇനിയൊരു ഫുട്ബോൾ താരത്തിന് അനിവാര്യമായ ആരോഗ്യത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്ക് അപ്രാപ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിപ്പോകാറുണ്ട്. അതിനർത്ഥം ഏതാണ്ട് 9 വർഷങ്ങൾക്ക് ശേഷം നെയ്മറില്ലാത്തൊരു ബ്രസീലിയൻ സിസ്റ്റത്തിന് തറക്കല്ലിടുവാൻ സമയമായെന്ന് കൂടിയാണ്. നെയ്മർ ടീമിന് അത്രമേൽ അഭിവാജ്യ ഘടകമായിരുന്നാൽ തന്നെ തീർത്തും അനായാസമായി കടന്നു ചെല്ലാവുന്ന ഒരു മാറ്റമല്ല അത്. നെയ്മർക്ക് പൂർണ്ണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് മടങ്ങിപ്പോകുവാൻ ഇനിയൊരു പക്ഷേ അത്ഭുതം സംഭവിക്കേണ്ടി വരും. കാരണം അയാൾക്ക് സംഭവിച്ചിട്ടുള്ള ആംഗിൾ മെറ്റാഡാസൻ പരിക്കുകളിൽ നിന്നും പൂർണ്ണമായൊരു മുക്തി പലപ്പോഴും എളുപ്പത്തിൽ സാധ്യമാകാറില്ല. എങ്കിലും സാധ്യമല്ലാത്ത പലതും സംഭവിക്കുമ്പോഴാണല്ലോ നമ്മളതിനെ അത്ഭുതമെന്ന് വിളിക്കാറുള്ളത്. കാർലോ ആഞ്ചലോട്ടി നെയ്മർ ജൂനിയറെ ബ്രസീലിന്റെ ഈ പ്രിലിമിനറി ലിസ്റ്റിൽ നെയ്മർ ഉണ്ടാകും 55 ലിസ്റ്റിലെ പ്രിലിമിനറി. ഞാൻ ഒരിക്കൽ പറഞ്ഞതാണ് അയാൾ തിരികെ വരുമെന്ന്. സംഭവിക്കുമെന്ന് അന്ന് ഉറപ്പ് പറയാൻ സാധിക്കില്ല എങ്കിൽ പോലും അസംഭവമായത് പലതും സംഭവിക്കുമ്പോഴാണല്ലോ നാം അതിനെ അത്ഭുതമെന്ന് പേരിട്ട് വിളിക്കാറ്. കാരണം അയാൾ അപൂർവങ്ങളിൽ അപൂർവ ജന്മമൊന്നുമായിരുന്നില്ല. റൊണോ മെസ്സി കഥകൾ ആരാധകരുടെ മനസ്സുകളിൽ മാർക്കറ്റാകുമ്പോഴെല്ലാം നിങ്ങൾ മറന്നുപോയതും ഈ മനുഷ്യൻ്റെയും കൂടി അതിജീവനത്തിൻ്റെ കഥ കൂടിയാണ്. ബ്രസീലിയൻ തെരുവുകളിൽ നിന്നും മാലിന്യ കുമ്പാരങ്ങളിൽ നിന്നും അച്ഛൻ്റെ സ്വപ്നങ്ങൾക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി കാൽപന്ത് കൊണ്ട് ലോകം വെട്ടിപ്പിടിച്ചവൻ്റെ കഥ. അയാൾ അങ്ങനെ അപൂർണതയിൽ അവസാനിക്കേണ്ടവനല്ലല്ലോ. അതുകൊണ്ട് തന്നെ കാലം അയാൾക്ക് വേണ്ടി തിരികെ വരാൻ പുതിയൊരു യുഗം തന്നെ നൽകപ്പെടേണ്ടതുണ്ട്. വേദനാശമനികൾ നിറച്ചാണെങ്കിൽ പോലും നെയ്മർ നിറഞ്ഞാടുമ്പോൾ ഉള്ളിൽ ഇന്നും ഒരാന്തലുണ്ട്, ഇനിയും പിടഞ്ഞ് വീണു പോകരുതെന്ന്. അതുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾക്കും അന്ധവിശ്വാസങ്ങൾക്കും കൂടെ നിൽക്കുവാൻ തന്നെയാണ് എനിക്കേറെയും ഇഷ്ടം. കാൽകൽപ്പം നേടിയൊരു നെയ്മർ ഞങ്ങൾക്ക് വേണമെന്നില്ല, പഴയ നെയ്മറായി പുനർജനിക്കണമെന്നുമില്ല. മൈതാനത്ത് അയാൾ പൂർണ്ണശക്തനായി കണ്ടാൽ മാത്രം മതിയാകും. അതെ, അയാളിൽ നിന്നും കെട്ടടങ്ങാത്ത, പരിക്കുകളിൽ വീണുപോകാത്ത മനോധൈര്യം സംഭരിച്ച ഒരു നെയ്മർ വർഷം കൂടി അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് അയാൾ ഇനിയും പരീക്ഷണങ്ങൾ താണ്ടുക തന്നെ ചെയ്യട്ടെ. ആഞ്ചലോട്ടിയുടെ തീരുമാനം എന്താണെന്നറിയില്ല. അവസാന 26-ൽ നെയ്മർ ഇല്ലാതിരുന്നാൽ ബ്രസീലിൻ്റെ ചരിത്രത്തിൽ തന്നെ അത് തീരാ നഷ്ടത്തിൻ്റെ കരുത്തേടായി മാറും. മഞ്ഞക്കുപ്പായത്തിലേക്ക് എത്തുന്ന നെയ്മർ പാതി കരുത്തുള്ളവനാണെങ്കിൽ പോലും എതിരാളികളുടെ സ്വപ്നങ്ങളെ കുഴിച്ചുമൂടാൻ അയാളുടെ കാലുകൾക്ക് കരുത്തുണ്ടായിരിക്കും. അഥവാ നുറുങ്ങിയ എല്ലുകൾ കെട്ടിവെച്ച് ആർക്കും പിടിച്ചു കെട്ടാൻ കഴിയാത്തവണ്ണം ചാവറ് കണക്കെ അവസാന നൃത്തം ചവിട്ടാൻ ബ്രസീൽ ജനതയുടെ പ്രാർത്ഥനയും കുപ്പായവും അയാൾക്ക് ശക്തി നൽകും. അത് നെയ്മർ 2026 വേൾഡ് കപ്പിൽ അവതരിക്കുക തന്നെ ചെയ്യും. അന്നാ നിലങ്ങളിൽ തീ പിടിക്കും. മറന്നുപോയവരും മാറ്റി നിർത്തിയവരും പരിഹസിച്ചവരും നെയ്മർ ആരായിരുന്നുവെന്ന് ഒരിക്കൽ കൂടി ഓർത്തെടുക്കേണ്ടി വരും. വെയിറ്റിംഗ് ഫോർ ദ ലാസ്റ്റ് നെയ്മർ വേർഷൻ.